വക്കീല് പറഞ്ഞ ശരിയാ വക്കീലെ. എല്ലാരും കൂടി എനിക്കിട്ട് പണിതാണ്. ഇത് ഞാൻ തന്നോട് പറഞ്ഞല്ലേടൂ, ഇതൊക്കെ അവരുടെ ഒരു പ്ലേ ആണെന്നേ. വക്കീൽ ഇപ്പൊ കേസൊന്നും പിൻവലിക്കണ്ട. കേസ് വിളിക്കട്ടെ, നമുക്ക് നോക്കാം. എന്നെ മാളുവിന്റെ മുമ്പിൽ മോശക്കാരനാക്കാൻ വേണ്ടി അച്ഛനും മോളും നടത്തിയ നാടകമാണ്. ഇതെനിക്ക് നേരത്തെ തോന്നിയാടോ. ഇതിനും കൂടെ ചേർത്ത് നമുക്ക് കോടതിയിലിട്ട് കൊടുക്കാം. കേസ് എന്നാ വക്കീലെ വിളിക്കുന്നേ? ഡേറ്റ് വന്നിട്ടുണ്ട്, അടുത്ത തിങ്കളാഴ്ച. നല്ല കാര്യം വക്കീലേ. നാണം കെട്ട് അച്ഛനും മോളും തലേ തുണിയിട്ട് ഓടിപ്പോണ എനിക്കൊന്ന് കാണണം. അതൊക്കെ ഞാൻ ഏറ്റുമോനാ. ശരി വക്കീലെ, വക്കീലില്ലായിരുന്നെങ്കിൽ എൻ്റെ ജീവിതം എല്ലാവരും ഇങ്ങനെ കുളം തോണ്ടിയാനെ. ഞാനിവിടെ ഉള്ളപ്പോൾ വേറൊരാൾ വന്ന് എൻ്റെ ജീവിതം കുളം തോണ്ടാൻ ഞാൻ സമ്മതിക്കുള്ളൂ. താൻ എൻ്റെ സുഹൃത്തും ക്ലൈൻറ്റും അല്ലേ. താങ്ക് യു വക്കീലെ, താങ്ക് യു എല്ലാത്തിനും. എന്നാ മോനാ, ഞാൻ തൽക്കാലം ഒന്ന് റെസ്റ്റ് എടുക്കും. ഞാൻ ഈ കേസിനെ പറ്റി ഒന്നുകൂടെ ഒന്ന് പഠിക്കട്ടെ. പഠിക്കും വക്കീലെ, പഠിക്കും, നല്ലപോലെ പഠിക്കും. എന്നാ ശരിയടോ, ഞാൻ വിളിക്കാം. എന്തായി, കേസെല്ലാം തീർന്ന് എല്ലാവരും കോംപ്രമൈസ് ആയോ? ഏത് കേസ് തീർന്നെന്ന്? അങ്ങേർക്ക് വല്ല പ്രാന്ത് വല്ലതും ഉണ്ടോ വക്കീലെ? ഉണ്ടെങ്കിൽ വല്ല പ്രാന്താശുപത്രിയിലും കാണിക്കും. എന്തൊരു ശല്യം അങ്ങേരെ കൊണ്ട്. എന്തു പറ്റി? അങ്ങേരെ നിങ്ങളെ വിളിച്ചില്ലേ? ഇല്ല. അങ്ങേർക്ക് ഈ കേസുമായിട്ട് മുന്നോട്ട് തന്നെ പോണോന്ന്. അതെന്താ? എനിക്കെങ്ങനെ അറിയാതെ എന്താന്ന്? എന്തൊക്കെയോ പിച്ചും പേയും പറയുന്നുണ്ടായിരുന്നു. ഞാൻ ഇപ്പൊ കണ്ടിട്ട് വരുന്ന വഴിയാണെന്നേ. എന്തൊരു കഷ്ടമാണെന്നറിയാവോ? നിങ്ങൾ എന്നെ ആ മോഹനെ ഒന്ന് വിളിച്ചു ചോദിക്ക വക്കീലേ. ഇയാൾക്കിത് എന്ത് പറ്റി? ഇയാളല്ലേ പറഞ്ഞപ്പം കേസും വേണ്ട ഒന്നും വേണ്ട എല്ലാം കോംപ്രമൈസ് ആയെന്ന് പറഞ്ഞു പോയിട്ട്. എനിക്കറിയാൻ പാടില്ല വക്കീലേ, നിങ്ങൾ തന്നെ ഒന്ന് വിളിച്ച് ചോദിക്കേ. അതെ, ഇതുപോലത്തെ കൂട്ടുകാരെ ഒരെണ്ണേ ഉള്ളോ? ഒന്നേ ഉള്ളൂ. എത്തിനാ അധികം? ഒരെണ്ണം തന്നെ ധാരാളമല്ലേ? എന്റെ പൊന്നു വക്കീലെ, വലിയ ശല്യം അങ്ങനെ കൊണ്ട്. നിങ്ങൾ തന്നെ എന്തെങ്കിലും ഒന്ന് ചെയ്യേ, ഒരു വഴി കണ്ടുപിടിക്കും. മോഹൻ എന്തൊക്കെയാ മോളെ ഈ പറയണേ? അങ്ങേർക്ക് ഇത് തന്നെയാ പണി. അച്ഛൻ അറിയാൻ പാടില്ലായിട്ടാ. എന്നെ കെട്ടിയ കാലം മുതൽ ഇങ്ങനെ തന്നെയാ. എന്തേലും കാര്യം ഒന്ന് ആദ്യം പറയും, കുറച്ച് കഴിഞ്ഞാൽ അത് മാറ്റി പറയും. എവിടെയെങ്കിലും പോവാനാണെങ്കിൽ പോലും ആദ്യം പോവാന്ന് പറയും, പിന്നെ പോകുന്നില്ലെന്ന് പറയും. ഇത് ഇന്നും ഇന്നലും തുടങ്ങിയതൊന്നും അല്ല. എനിക്കതിലൊരു പുതുമയും തോന്നിയുമില്ല. അതുകൊണ്ട് ആദ്യം ജോലിക്ക് പൊക്കോളാൻ പറഞ്ഞപ്പോഴും പിന്നെ പോണ്ടാന്ന് പറഞ്ഞപ്പോഴും ഞാൻ ഞെട്ടാഞ്ഞത്. മോളെ, ഇതെന്തോ മാനസിക രോഗമാണെന്നാ എനിക്ക് തോന്നണേ. ആ, അത് തന്നെയാ ഞാനും പറയുന്നത്. ഇതറിഞ്ഞാ മാള് വിഷമിക്കില്ലേ മോളെ? പിന്നെ വിഷമിക്കാതെ, എന്തായാലും വിഷമിക്കുക വെച്ചാ. അയാളായിട്ട് എന്തായാലും മാളുവിനോട് ഇത് പറയില്ല. കുറച്ച് ദിവസമെങ്കിൽ കുറച്ച് ദിവസം അവൾ സന്തോഷമായിട്ടിരിക്കട്ടെ, സമാധാനമായിട്ടിരുന്ന് പഠിക്കട്ടെ. നമ്മളായിട്ടൊന്നും പറയാൻ പോകണ്ട. വഴക്കൊക്കെ മാറിയെന്നറിഞ്ഞപ്പോൾ എൻ്റെ മോളുടെ സന്തോഷം അച്ഛൻ കണ്ടതല്ലേ. അതാണ് എനിക്കിപ്പോൾ മോഹന് വീണ്ടും പഴയപടി ആയപ്പോൾ ഒരു വിഷമം. എന്നാൽ ഇവിടുന്ന് പോയപ്പോൾ മോഹന് കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ലോ. അവൻ്റെ സംസാരം കേട്ടപ്പോൾ സത്യസന്ധമായിട്ടാണ് എനിക്ക് തോന്നി. അത് അച്ഛൻ ആദ്യമായിട്ട് കേട്ടതുകൊണ്ടാ. പേരും കള്ളനാങ്ങേരും. എന്തായാലും മാളും അറിയുമ്പോൾ അറിയട്ടെ, നമ്മളായിട്ട് പറയണ്ട. മോളെ, ഇപ്പോൾ കേസ് പിൻവലിക്കൂലല്ലേ? ഇല്ല അച്ഛാ, അടുത്ത തിങ്കളാഴ്ച ഹിയറിങ്. അച്ഛൻ വരൂലേ? വരാം മോളെ.